നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-30 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പോർഷൻ, അതിൻ്റെ പുറത്തെ ആ വെള്ള തൊലി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ആ ചുമന്ന അത് കളഞ്ഞിട്ടില്ല. നന്നായിട്ട് കഴിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നികക്കെ വെള്ളം, അതൊന്ന് വെന്ത് വരാനായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു 3 വിസിൽ വരെ നമുക്ക് അടിച്ചു കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ് ഒരു 4 എണ്ണം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള, ഒരു 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പം ഈ പൊട്ടറ്റോ നമുക്ക് വേവിച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കുക. അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കട്ടിയുള്ള ഒരു ചെറിയ പാനോ ഉരുളിയോ എന്തെങ്കിലും നമുക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും മൂക്കൊന്നും വേണ്ട. അതിൻ്റെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പൊട്ടറ്റോയ്ക്കത്തൊന്നും ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ചക്കക്കുരുവിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതിനെല്ലാം ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ചക്കക്കുരു എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെന്നല്ല, ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവമാക്കി കിട്ടും. അതിനകത്ത് എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണേ. അപ്പം തരികളൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ. അപ്പം നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്നത് പൊട്ടറ്റോ എടുത്തിട്ട് വേവിച്ച പൊട്ടറ്റോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതിൽ ഉപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഉപ്പ് വരത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരുവിനും കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതാ കണ്ടോ, കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഉടച്ചെടുക്കണം. കട്ട ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല. ഇതിലേക്ക് 1/2 സ്പൂണ് ചിക്കൻ മസാലയും 1/4 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് പെപ്പർ പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കൊരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ഉപ്പിരിക്കും. അപ്പോൾ ആദ്യമേ കുറച്ചുകൂടെ കറക്റ്റ് ഉപ്പ് ചേർക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എനിക്കൊരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ ഈ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണേ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രെഡ് എടുത്ത് നമ്മൾ ഓരോന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് എടുക്കത്തില്ല. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഞാൻ എടുത്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണേ. അത് ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഉരുളകളാക്കി എടുത്ത് നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്കൊന്ന് എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പം നമ്മളതൊന്ന് ഇളകിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് വെക്കുക. അപ്പം നമുക്ക് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എല്ലാം ഒന്ന് കൊടുക്കാം. അപ്പം നമുക്ക് വേഗം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കാരണം ഈ ഒരു സ്നാക്ക് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴല്ലോ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിപ്പോവും. അപ്പോൾ എല്ലാം ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോന്നെടുത്തിട്ട് മുട്ടയ്ക്കകത്തോട്ട് മുക്കുന്നു. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് മുക്കരുത് കേട്ടോ. കാരണം അത് ബ്രെഡ് ക്രംസ് അങ്ങ് മുട്ടയെല്ലാം കൂടെ ആയിട്ട് അങ്ങ് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് നമ്മളിത് ഓരോന്ന് കണ്ടോ നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റുക. എന്നിട്ടിത് എണ്ണയ്ക്കകത്ത് നമ്മൾ വറുത്ത് കോരുകയാണ് വേണ്ടത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ എന്താണെന്ന് അല്ലേ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെയാകും കേട്ടോ. ആ ഒരു ബാച്ച് നമുക്ക് ആവണമെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട.
പെട്ടെന്നാവും. ഇത്രയൊന്നും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്നാക്ക്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇനി ചക്കയുടെയൊക്കെ സീസണായിട്ട് വരുവാണല്ലോ. അപ്പോൾ ചക്കക്കുരു ഒന്നും കളയാതെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്നാക്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പെട്ടെന്ന് നമുക്ക് കണ്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ ഈ പൊട്ടറ്റോയും ചക്കക്കുരു എല്ലാം നല്ലതായിട്ട് ബോയിലായിട്ടിരിക്കുന്നതാണ്. പിന്നെ ജസ്റ്റ് ആ മുട്ടയ്ക്കകത്തൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയേ വേണ്ടൂ. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അധികം മെനക്കേടൊന്നുമില്ല. നമ്മൾ ചക്കക്കുരു എടുത്ത് അപ്പം വെറുതെ വേസ്റ്റാക്കി കളയാതെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ചക്കക്കുരു ഫ്രൈ, ചക്കക്കുരു കറി, ചക്കക്കുരു തോരന് അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം കൂടെ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ലിസാമ്മ ഫുഡ് ആൻഡ് ടിപ്സ് എന്നുള്ള ഈ ഒരു ചാനലിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.